ഒറ്റ കാര്യം കൂടെ എന്താ അറിയോ, നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുത്തുബിയത്ത്. നാട് നീളെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. ഇത് പറയുന്ന എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ? ഇതിൽ ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഷിർക്കിന്റെ വരികളുണ്ട്, കുഫുറിന്റെ വരികളുണ്ട്, ഇസ്ലാമിന്റെ ആണിക്കല്ലായ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന വരികളുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാമികമായ ചരിത്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ചരിത്രങ്ങൾ അതിലുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം സഹോദരങ്ങളെ. നിങ്ങൾ നോക്കൂ, കുത്തുബിയത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ്? കുത്തുബിയത്ത് ചൊല്ലുന്നതിന്റെ രൂപം പറയുന്നുണ്ട്. എങ്ങനെയാ ചൊല്ലേണ്ടതെന്നറിയോ സഹോദരങ്ങളെ? കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മുടെ നാടുകളിൽ ഇത് ചൊല്ലുന്നത്. എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു വാചകം എന്താ അറിയോ സഹോദരങ്ങളെ? അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പറയുന്ന ഇതാണ്, ഉദ്ദേശ പൂർത്തീകരണത്തിന് നമ്മുടെ നാടുകളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നടത്തുന്ന കാര്യമാണ് കുത്തുബിയത്ത് ചൊല്ലൽ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നടത്തുന്ന കാര്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയണമെങ്കിൽ സുന്നത്തിൽ വേണ്ടേ? കുത്തുബിയത്ത് ചൊല്ലൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആചാരമാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സുന്നത്തിൽ വേണം. എന്താ സുന്നത്ത്? മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നത്. ഇനിയോ ജമാഅത്തിൽ വേണം. എന്താണ് ജമാഅത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടുത്തെ 4 ഖലീഫമാരില്ലേ, അവരേകോപിച്ചെടുത്ത തീരുമാനങ്ങൾക്ക് പറയുന്ന പേരാണ് ജമാഅത്ത്. കുത്തുബിയത്ത് ചൊല്ലിയിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അവിടുത്തെ ഖലീഫമാര് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അതുകൊണ്ട് ഇത് സുന്നത്ത് ജമാഅത്താണെന്ന് പറയാൻ സാധ്യമല്ല. 400 കൊല്ലത്തെ പഴക്കമല്ലേ കുത്തുബിയത്തിനുള്ളൂ. നമ്മളെ ചങ്ങരംകുളം സമ്മേളനത്തിന്റെ സമയത്താണ് 400ാം വാർഷികം ആഘോഷിച്ചത്. അപ്പൊ 400 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. 1400 കൊല്ലത്തെ പഴക്കമുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി എങ്ങനെയാ ചൊല്ലുന്നത്? ഈ ചൊല്ലുന്ന രൂപം ഒന്ന് പറയണ്ടേ? ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എങ്ങനെയാ ചൊല്ലുന്നതെന്നറിയോ? ചൊല്ലുന്നതിന് ചില മര്യാദകളൊക്കെ പാലിക്കണം. എന്താ മര്യാദ? بعد الصلاة 12 من ركعة مع الفواتح والإخلاص بالخضع يعوث العالم عبد القادر السرعة يا سيد احضرني يا محي الدين بعد الصلاة 12 من ركعة 12 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ടാണ് കുത്തുബിയത്ത് ചൊല്ലേണ്ടത് പോലും. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരന്മാരെ, ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചില്ലേ? എത്രയാണ് മഗ്രിബ് നിസ്കരിച്ചത്? 3 റക്അത്താണ് മഗ്രിബ് നിസ്കരിച്ചത്. എന്തേ പ്രിയപ്പെട്ടവരെ 4 നിസ്കരിക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് 3 മാത്രമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരന്മാരെ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകളെല്ലാം, സുന്നത്താണെന്ന വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന അമലുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. ശറഇൽ രേഖ വേണമെന്നാണല്ലോ ഇസ്ലാമിന്റെ അടിസ്ഥാനം. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, കുത്തുബിയത്ത് ചൊല്ലുന്നതിന് മുമ്പുള്ള ഈ 12 റക്അത്തിന് വല്ല രേഖയുമുണ്ടോ? ഒരു രേഖയുമില്ല. ഈ കുത്തുബിയത്തിന് തന്നെ രേഖയുണ്ടോ? ഇതിനും രേഖയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. ഇത് ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് പുത്തനാചാരങ്ങളാണ്. എല്ലാ പുത്തനാചാരങ്ങളും ളലാലത്താണ്. എല്ലാ ളലാലത്തും നരകത്തിലാണ്. ഇനിയോ സഹോദരങ്ങളെ, ഇതിലൊരു വരി കൂടെ പറയുകയാണ്, വമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമൻ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിയൻ മിൻ അജ്ലി ദഅവതിഹി ഫല്യദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ. ഒറ്റക്കിരുന്നു കൊണ്ടതാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1000 തവണ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ചിന്തകളും മാറ്റി നിർത്തിക്കൊണ്ട് മുഹിയദ്ദീൻ ശൈഖിനെ ഒറ്റക്കിരുന്നു കൊണ്ട് 1000 തവണ വിളിക്കണം. എങ്കിൽ ഞാൻ പെട്ടെന്ന് ഉത്തരം ചെയ്യാം എന്നാണ് കുത്തുബിയത്തിൽ പറയുന്നത്. എന്നാൽ മുഹിയദ്ദീൻ മാലയിൽ പറയുന്നത്, വല്ലേ നീലത്തി
കിട്ടിയെന്നും എന്നെ വിളിപ്പോർക്ക് വൈപൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇതിലേതാണ് പ്രിയപ്പെട്ടവരെ ശരി? ഇതിൽ രണ്ടും തെറ്റു തന്നെ. 1000 10,000 1 കോടി തവണ വിളിച്ചാലും അല്ലാഹുവല്ലാത്ത ഒരാളെയും കേൾപ്പിക്കാൻ സാധ്യമല്ല. എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവനല്ലയാ, എവിടുന്ന് വിളിച്ചാലും കാണുന്നവനല്ലയാ, എവിടുന്ന് വിളിച്ചാലും അറിയുന്നവനല്ലയാ, എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്നവനല്ലയാ. അതുകൊണ്ടാണ് ആ റബ്ബിനെ പറ്റിയ സമീഅ്, അൽ അലീം, അൽ ഖദീർ, അൽ മുജീബ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. അവസാനിപ്പിക്കുന്ന